സുധാകരൻ ഒരു കാലത്ത് ഓട്ടോറിക്ഷകൾ മാറിക്കേറി അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ ആലപ്പുഴയിൽ നിന്ന് നിയമസഭയിലെത്തിയിരുന്ന നിയമ സാമാജികൻ MLA. ഇന്ന് പാർട്ടിയുടെ അവഗണന താങ്ങാൻ കഴിയാതെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ പിന്തുണയോടെ അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. ഇതെന്താണ് നമുക്ക് തരുന്ന ഒരു സന്ദേശം? വളരെ വ്യക്തമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതൃപ്തികൾ വർദ്ധിച്ചു വരികയാണ്. കാരണം മറ്റൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിൽ നിന്ന് അവർ പിന്മാറിപ്പോയിരിക്കുന്നു. എന്തായിരുന്നു ഒരു കാലത്ത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പക്ഷേ ഇന്ന് ആ പാർട്ടിയുടെ ചാപല്യങ്ങൾ നിമിത്തം അല്ലെങ്കിൽ ചില പ്രത്യേക ആളുകളുടെ താല്പര്യം നിമിത്തം പണ ആധിപത്യത്തിലേക്ക് കടന്നു പോയപ്പോൾ പണമുണ്ടാക്കാൻ മറന്നുപോയ ഒരു വ്യക്തി, അനേക നാളുകൾ മന്ത്രിയായിരുന്ന, അനേക നാളുകൾ MLA ആയിരുന്ന ഒരു ജനപ്രതിനിധി, പണമുണ്ടാക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സത്യസന്ധതയുടെ പേരിൽ പുറത്തുപോയ ഒരു മനുഷ്യൻ സുധാകരൻ. വളരെ കുറച്ച് പേരെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആ നിലയിൽ കാണാൻ കഴിയുള്ളൂ. അവസരം കിട്ടിയാൽ എല്ലാം പണമുണ്ടാക്കുന്ന ആളുകളാണ്. അത് ചെറിയത് തൊട്ട് അങ്ങ് മേള് വരെ. പക്ഷേ ഇങ്ങനെ ചിലരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ ഒരാളാണ് തിരുവനന്തപുരത്ത് സെൻട്രലിൽ മത്സരിക്കുന്ന ജോൺ ചേട്ടൻ. അദ്ദേഹം, ഇവരൊക്കെ ജയിച്ചു വരേണ്ടത് വളരെ വലിയ ആവശ്യമാണ്. അദ്ദേഹം അനേക വർഷങ്ങളായി കോൺഗ്രസിൻ്റെ UDFൻ്റെ കൂടെ കൂടിയിട്ട് വളരെ ക്ഷമയോടെ, വളരെ പക്വതയോടെ, ഒരു പരാതിയുമില്ലാതെ പോയ മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെ 2-3 വ്യക്തികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഏകദേശം 6ഓളം പേർ പുറത്തു പോയിട്ടുണ്ട്. PK ശശി അടക്കം, അൻവർ അടക്കം. അങ്ങനെ പണ്ടത്തെ നമ്മുടെ VS അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി, അങ്ങനെ പലരും പോയിട്ടുണ്ട്. കാരണം എന്താണ്? കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ കമ്മ്യൂണിസത്തോട് ഇപ്പോഴത്തെ കമ്മ്യൂണിസം യോജിക്കുന്നില്ല. വളരെ ശക്തമായ ഭാഷയാണത്. ജനങ്ങളുടെ സേവനത്തിനപ്പുറം പണം ഭരിക്കുന്ന ഒരു